Hi friends, welcome to DI Solutions. Today we are discussed about the topic how to create the sales order. Convert the quotation. നമുക്ക് ഒരു കൊട്ടേഷൻ സെറ്റ് ചെയ്ത് ആ കൊട്ടേഷനിൽ നിന്ന് എങ്ങനെ സെയിൽസ് ഓർഡറിലേക്ക് പോകാമെന്ന് നോക്കാം. അതിനായി നമുക്ക് കൊട്ടേഷൻ ലിസ്റ്റിൽ നമ്മൾ ഓൾറെഡി ഒരു കൊട്ടേഷൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നും നമുക്ക് എങ്ങനെ ഒരു സെയിൽസ് ഓർഡറിലേക്ക് പോകാം നോക്കാം. ഇവിടെ കൺവേർട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് കൺവേർട്ട് സെയിൽസ് ഓർഡർ പോകും. നെക്സ്റ്റ് ഇൻവോയ്സിലേക്ക് പോകാനുള്ളൊരു ഓപ്ഷനുണ്ട്. നമുക്ക് ആദ്യം സെയിൽസ് ഓർഡർ എങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാം. കൊട്ടേഷനിൽ നിന്ന് സെയിൽസ് ഓർഡർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കസ്റ്റമറുടെ നെയിമും അഡ്രസ്സും കൊട്ടേഷൻ നമ്പേഴ്സും എല്ലാം ഓട്ടോ ജനറേറ്റ് ചെയ്ത് വരും. സെയിൽസ് ഓർഡർ നമ്പറും ഓട്ടോ ജനറേറ്റ് ചെയ്ത് വരും. നമ്മൾ ഈ ഒരു ഐറ്റം എപ്പോഴാണ് ഷിപ്പിംഗ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഡേറ്റ് എന്നുള്ളത് എക്സ്പെക്റ്റഡ് ഡേറ്റ് ആയിട്ട് കൊടുക്കുക. പേയ്മെൻറ്റ് മോഡ് ചൂസ് ചെയ്യുക. ഡെലിവറി മെത്തേഡ് ഏതാണെന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം. ഇപ്പോൾ കൊറിയർ വേസ് ആണോ ഏതാണെന്നുള്ളത് ഷിപ്മെൻറ്റിനെ കുറിച്ച് നമ്മളിവിടെ മെൻഷൻ ചെയ്യണം. സെയിൽസ് പേഴ്സണെ ചൂസ് ചെയ്യുക. ഈ ഒരു ഐറ്റത്തിൻ്റെ വെയർ ഹൗസ് നമുക്കിവിടെ ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ സെയിൽസ് ഓർഡറിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് വെയർ ഹൗസ് ആണെന്നുണ്ടെങ്കിൽ ആ വെയർ ഹൗസ് ഇവിടെ ചൂസ് ചെയ്യുക. കൊട്ടേഷനിൽ നിന്ന് സെയിൽസ് ഓർഡറിൽ വന്നതുകൊണ്ട് നമ്മളുടെ ഇവിടെ ഐറ്റം ഓട്ടോ ജനറേറ്റ് ചെയ്ത് വരും. പുതിയൊരു കൊട്ടേഷനാണ് സെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടെ കൊട്ടേഷൻ ഐറ്റംസ് എല്ലാം പുതിയതായിട്ട് സെറ്റ് ചെയ്യണം. ഇവിടെ നിന്ന് ഡയറക്റ്റ് തന്നെ നമ്മൾ സേവ് ആസ് ഡ്രാഫ്റ്റിലേക്ക് പോവുക. മാർക്കാസ് കൺഫേംഡ് കൊടുക്കുക. അത് സെയിൽസ് ഓർഡർ കൺഫേം ആയിട്ടുണ്ട്. ഓക്കെ.